2023 ലോകത്തിലും ഇന്ത്യയിലും സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 15 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു റിക്വസ്റ്റ് ആണ്, ഈ ഒരു 15 കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ബാധിച്ച, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഏത് കാര്യത്തെ പറ്റിയിട്ടാണ് ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യം സംഭവിക്കുമ്പോഴേക്കും അതിനെ പറ്റിയിട്ട് ഒരുപാട് ന്യൂസുകൾ നോക്കുന്നു, ഒരുപാട് ആർട്ടിക്കിൾസ് പരിശോധിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത്, ചിന്തിച്ചത്, അല്ലെങ്കിൽ ഓർത്തത് ഏത് കാര്യത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ വിഷമിച്ചത്, സന്തോഷിച്ചത് ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഏതിനെ പറ്റിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കൊന്ന് അറിയാമല്ലോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ നേരുകയാണ്. നമ്മളുടെ 2023 അവസാനത്തെ വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. 2024 നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? എനിക്ക് ജോലി നേടണം, പണം സമ്പാദിക്കണം, ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്, എനിക്കുണ്ട് തീർച്ചയായിട്ടും. അതെല്ലാം ഈ 2024 സാധ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മളുടെ കൊറോണ, ലോക്ക്ഡൗൺ അങ്ങനെ കൊണ്ടുപോയി, പിന്നെ മറ്റ് പല പ്രശ്നങ്ങളും നമ്മളെ നേരിട്ടിട്ടുണ്ടാകാം. അതെല്ലാം ഇന്ന് മറക്കുക. നമുക്ക് പുതിയൊരു വർഷം ആരംഭിക്കുകയല്ലേ, അപ്പോൾ പുതിയൊരു ജീവിതം ആയിക്കോട്ടെ. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ, നല്ലൊരു പുതുവത്സരം നേരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 റീവൈൻഡ് ആണ്. 2023 സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട 15 കാര്യങ്ങളാണ്. അത് ലോകത്ത് സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ത്യ സംഭവിച്ചിട്ടുള്ളത്, നമ്മൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ആ പോയിന്റ് പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക, അല്ലാതെ വലിച്ചു നീട്ടലുകളൊന്നുമില്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി ജസ്റ്റ് ഓർക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് പല പോയിന്റുകളെ പറ്റിയിട്ടും പല കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ പറയാം. അപ്പോൾ എന്തായാലും ഒരു പ്രധാനപ്പെട്ട ലോകത്തും ഇന്ത്യയിലുമായിട്ട് സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 15 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഡിസംബറിൽ നിന്ന് ജനുവരിയിലേക്ക് ഒരു യാത്ര നടത്താം. അപ്പോൾ ഡിസംബർ എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ടായിരിക്കുമല്ലോ നമ്മൾ 15ാമത്തെ പോയിന്റായിട്ട് പറയേണ്ടതല്ലേ. 15ാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നു, ഇന്ത്യൻ ഓഹരി വിപണി ചരിത്രകാല റെക്കോർഡ് ഭേദിച്ച് മുകളിലേക്ക് പോയി. അതായത് ഇന്ത്യൻ ഓഹരി വിപണി തുറന്നിട്ട് ഇത്രയും വർഷമായെങ്കിലും നിഫ്റ്റി 21,750 എത്തി, സെൻസെക്സ് ഓൾ ടൈം ഹൈ ആയി. അതായത് ഇന്നേ വരെ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല ഓഹരി വിപണി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയെയും ഇന്ത്യൻ GDP ഒക്കെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കുക, ഇതുപോലെ കയറിപ്പോകുന്ന സാധനം പെട്ടെന്ന് ഇടിയാനുള്ള സാധ്യത കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ബി കോഷ്യസ്, അത് ആ ഒരു ശ്രദ്ധ പുലർത്തുക, ജാഗ്രത പുലർത്തുക, അതാണല്ലോ അതിൻ്റെ വാക്കല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ 15ാമത്തെ കാര്യം. 14ാമത്തേത് COP28 ആണ്. ദുബായിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു. എന്തിൻ്റെ കോൺഫറൻസ് ആണെന്ന് നോക്കുവാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്. അതായത് കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രശ്നമായിട്ട് രൂക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടില്ലെങ്കിൽ വരാൻ പോകുന്നത് ഇതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവൻ വരെ ഭീഷണിയായേക്കാവുന്ന മാറ്റങ്ങളായിരിക്കും ഈ ഒരു ആഗോളതാപനവും മറ്റ് ക്ലൈമറ്റ് ചേഞ്ചുകളും കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസുകൾ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരുന്നു ഇത്തവണത്തെ ഈ ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി അടക്കം ആ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു. 13 ഇന്ത്യയുടെ ഹൃദയം കീഴടക്കി BJP നയിക്കുന്ന NDA സഖ്യം. അതായത് ഹൃദയം കീഴടക്കി എന്ന് പറയുമ്പോൾ മാപ്പ് ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ 4 സംസ്ഥാനങ്ങളിലായിട്ട് അസംബ്ലി ഇലക്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന, മധ്യപ്രദേശ് അല്ലേ. ഇതിൻ്റെ അകത്ത് മധ്യപ്രദേശിൽ BJP റൂൾഡ് ഗവൺമെൻറ് ആയിരുന്നു. അവിടെ BJP വീണ്ടും അധികാരത്തിലേക്ക് വന്നു. ഇനി രാജസ്ഥാനിലെ ഛത്തീസ്ഗഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ കോൺഗ്രസ് റൂളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസിനെ പുറത്താക്കിയിട്ട് BJP വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയാണ്. ഇനി തെലങ്കാനയിൽ കോൺഗ്രസും ജയിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന മാപ്പ് മാറിയത് ഇങ്ങനെയായിരുന്നു. അതായത് ആ ഒരു ഇന്ത്യയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് BJP നയിക്കുന്ന NDA സഖ്യം കൈയടക്കിയിരിക്കുകയാണ്. ആ ഒരു ഹൃദയം കീഴടക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിലെ യൂണിയൻ ടെറിട്ടറീസിലുമായിട്ട് ഇപ്പോൾ NDA സഖ്യമാണ് ഭരിക്കുന്നത്. നവംബർ 27 തീയതിയാണ് കൊല്ലം ഓയൂരിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ആ ഒരു കേസ് സംഭവിക്കുന്നത്. അതിലെ പ്രതികൾ എന്ന് പറയുന്നത് ഒരു കുടുംബമായിരുന്നല്ലേ, അച്ഛനും അമ്മയും മകളും. പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകള് അനുപമ പത്മൻ. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് നമ്മളെല്ലാം വളരെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ നിലവിൽ ജയിലിലാണ്. വരും ദിവസങ്ങളിൽ അവർക്കെതിരായിട്ടുള്ള വിധി എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. 11 അതേ മാസം തന്നെയാണ് നമ്മൾ 140 കോടി ഇന്ത്യൻ ജനതയെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവം ഉണ്ടാകുന്നതല്ലേ. അതായത് വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനൽ മാച്ചിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുകയാണ്. അത് വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു ആരെ സംബന്ധിച്ചും അല്ലേ. കാരണം നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവസാനത്തെ ഫൈനൽ മാച്ച് ഓസ്ട്രേലിയ കൊണ്ടുപോവുകയാണ്. 10ാമത്തത് സിൽക്കിയാര തുരങ്ക ദുരന്തമായിരുന്നു. ഉത്തരാഖണ്ഡിലെ സിൽക്കിയാര തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിനിടയിൽ ആ ഒരു തുരങ്കം ഇടുകയും 41ഓളം വരുന്ന തൊഴിലാളികൾ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവുകയും അവരെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു നമ്മുടെ രാജ്യമല്ലേ. 2 ആഴ്ചയോളം എടുക്കേണ്ടി വന്നു ആ ഒരു 41 പേരെ പുറത്തെത്തിക്കാനായിട്ട്. പക്ഷേ 41 പേരെയും സുരക്ഷിതമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പുറത്തെത്തിക്കാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടിയായിരുന്നു. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. 9 ഒക്ടോബർ 7 തീയതിയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത്.
ഹമാസ് യാതൊരുവിധ പ്രകോപനമില്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് 2200 വരുന്ന റോക്കറ്റുകൾ അയക്കുകയായിരുന്നു. അതിൻ്റെ തിരിച്ചടിയായിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം ഇന്നും നിലച്ചിട്ടില്ല. ഈ 2-2.5 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ യാതൊരുവിധ ശമനവുമില്ലാതെ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് സാധാരണക്കാർക്ക്, ഒരുപാട് കുഞ്ഞുങ്ങൾക്കുമാണ്, ഒന്നും അറിയാത്ത നവജാത ശിശുക്കൾക്ക് പോലുമാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്തല്ല, യുദ്ധം ഒരിക്കലും നല്ലതല്ല. ഇരുഭാഗത്തും ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. അതിൽ ഈ പട്ടാളക്കാരോ അല്ലെങ്കിൽ തീവ്രവാദികളോ മാത്രമല്ല കൊല്ലപ്പെടുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള, ഒന്നും അറിയാതെ പരസ്പര സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവൻ കൂടിയാണ് യുദ്ധങ്ങൾ കവരുന്നതെന്ന് ഓർക്കുക. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് 4-5 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 8ാമത്തെ കാര്യം പറയുവാണെങ്കിൽ, സെപ്റ്റംബർ മാസത്തിലാണ് G20 സമ്മിറ്റ്, G20 ഉച്ചകോടി ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്നതല്ലേ. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലോകരാജ്യങ്ങളുടെ തലവന്മാർ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യ അവർക്ക് വേണ്ടിയിട്ട് വലിയ ആതിഥേയത്വം, വലിയ സ്വീകരണങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. നല്ല ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. രാഷ്ട്രപതി ഭവനിൽ അവർക്ക് നല്ല ഫുഡും ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു G20 ഉണ്ടായിരുന്നു. അല്ല, പ്രധാനപ്പെട്ടത് മറ്റേ ഉച്ചകോടിയാണ് കേട്ടോ. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടമായിരുന്നു ചന്ദ്രയാൻ 3 അല്ലേ. ചന്ദ്രയാൻ 3 ഓഗസ്റ്റ് മാസം വളരെ സക്സസ്ഫുൾ ആയിട്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയാണ്. കൃത്യമായിട്ടുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും നമ്മളുടെ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച ചന്ദ്രയാൻ 3 അവിടെ നടത്തുകയാണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആലോചിക്കുക, നമ്മൾ ലോകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി പലതും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ ഭാരതീയനും അത്രത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ചന്ദ്രയാൻ 3. 6ാമത്തത്, ജൂലൈ മാസത്തിലാണ് ആഗോള സോഷ്യൽ മീഡിയ ഭീമനായിട്ടുള്ള ട്വിറ്ററിൻ്റെ പേര് മാറ്റുന്നത്. ഇത്രയും കാലം നമ്മൾ ട്വീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രയോഗം വരെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നല്ലേ. ഒരു പുതിയ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പുതിയൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്, നരേന്ദ്രമോദി പുതിയൊരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എലോൺ മസ്ക് ഈ ഒരു ട്വിറ്റർ കമ്പനി മേടിക്കുകയും അദ്ദേഹം ട്വിറ്ററിൻ്റെ പേര് മാറ്റി എക്സ് എന്നാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഇപ്പോൾ എക്സ് എന്നാണ് അതിൻ്റെ പേര്, എക്സ് എന്നാണ് അതിൻ്റെ ലോഗോ, എക്സ് എന്നാണ് കാണാൻ പറ്റുന്നത്. ട്വിറ്ററിന് ഒരിടത്തും കാണാനുമില്ല. ജൂൺ 18 തീയതിയാണ് നമ്മളെല്ലാം വളരെയേറെ ഞെട്ടിച്ച, ലോകം ഒരുപോലെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ദുരന്തം സംഭവിക്കുന്നത്. മറ്റൊന്നുമായിരുന്നില്ല, നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓഷ്യൻ ഗേറ്റിൻ്റെ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു സബ്മറൈൻ, ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയൊരു കഥ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാകത്തില്ലല്ലോ അല്ലേ. അപ്പോൾ സബ്മറൈൻ എന്ന് വിളിക്കാൻ പറ്റത്തൊന്നുമില്ല, ചെറിയൊരു പെട്ടകമായിരുന്നു. അതിൻ്റെ അകത്ത് 5ഓളം വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു ദുരന്തം സംഭവിച്ച അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഈ ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള സ്റ്റോക്ടൺ റഷിൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രമായിരുന്നു. നിലവിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം അയാൾ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് ഒട്ടും പ്രായോഗികമല്ല, അത് കുറേ പേപ്പറുണ്ട്, അതൊക്കെ വർക്ക് ചെയ്തു വരുമ്പോൾ തന്നെ ഒരുപാട് സമയം പിടിക്കുമെന്നും പറഞ്ഞിട്ട് അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പോയതായിരുന്നു. ടൈറ്റാനിക്കിൻ്റെ അടുത്തേക്ക് പോകുന്തോറും വെള്ളത്തിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ അതൊരു കറ്റാസ്ട്രോഫിക് ഇംപ്ലോഷൻ സംഭവിക്കുകയാണ്. അത് ഇങ്ങനെ അകത്തോട്ടടിച്ച് പൊട്ടിത്തെറിച്ച് പോവുകയാണ്. ഒരു ആശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളവർ അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം ഞൊടിയിടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. അത് ബ്രെയിന് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് മില്ലി സെക്കൻഡ് വേണ്ടേ. അതിനേക്കാളും വേഗത്തിലായിരിക്കും ആ ഒരു ഇംപ്ലോഷൻ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരതിൻ്റെ വേദനയോ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിഞ്ഞിട്ടില്ല. 4, നമ്മളുടെ രാജ്യത്തിന് പുതിയ പാർലമെൻറ്റ് മന്ദിരം ലഭിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അവിടെ തന്നെയായിരുന്നു പുതിയൊരു ചെങ്കോലിൻ്റെ പ്രതിഷ്ഠയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഇൻട്രോ പറഞ്ഞ് പിന്നീട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഗുസ്തി താരങ്ങളുടെ വിഷയമായിരുന്നല്ലോ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. ചെങ്കോലല്ല വിഷയം, മറിച്ച് ഗുസ്തി താരങ്ങളുടെ പ്രശ്നമാണ് വിഷയമെന്നും പറഞ്ഞായിരുന്നു ഞാനപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പുതിയൊരു പാർലമെൻറ്റ് മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നോർത്ത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ പുതിയ മീറ്റിങ്ങുകളും അസംബ്ലീസും എല്ലാം പുതിയ പാർലമെൻറ്റിൽ വെച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാമത്തത്, ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച ആ ഒരു റെസ്ലേഴ്സിൻ്റെ ഗുസ്തി താരങ്ങളുടെ സമരമായിരുന്നല്ലേ. അപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്ത രീതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ചെങ്കോലല്ല പ്രശ്നം, അവിടെ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഗവൺമെൻറ് മാനിക്കേണ്ട ഒന്നാണ് ഈ ഗുസ്തി താരങ്ങളുടെ സമരം എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് റെസ്ലിംഗ് ഫെഡറേഷൻ്റെ അധ്യക്ഷനായിട്ടുള്ള ബ്രിജ് ഭൂഷൺ, അവിടുത്തെ MP ആണ്. അദ്ദേഹത്തിനെതിരെ പല കുട്ടികളും ഈ ഒരു പ്രമുഖ റെസ്ലിംഗ് താരങ്ങളുടെ അടുത്ത് ഒരു പീഡന പരാതി ഉന്നയിക്കുകയാണ്. അയാൾ ഞങ്ങളെ ഈ ഒരു സെക്ഷൽ അസോൾട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഗുസ്തി താരങ്ങൾ സമരത്തിന് ഇറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടുകൊണ്ടിരുന്നത്. അവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയും മറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് കണ്ടത് അവർക്ക് കിട്ടിയ അവാർഡുകളൊക്കെ അവർ തിരികെ കൊടുക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണത്. 2, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. കുറച്ചാൾക്ക് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന രാജ്യം ചൈനയായിരുന്നു. ചൈനയ്ക്ക് തൊട്ട് പുറകിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ നിലവിലെ ജനസംഖ്യ
നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ ഈ ചൈനയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 142.57 കോടിയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 142.87 കോടിയാണ്. അതായത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ GDP വളരുന്നതും. പോപ്പുലേഷൻ കൂടുമ്പോൾ തീർച്ചയായിട്ടും GDP കൂടും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ് നമ്മളുടെ ഇന്ത്യ അല്ലേ. അത് 2030 3ാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പല പ്രൊജക്ഷൻസും ഗ്രാഫ് പ്രൊജക്ഷൻസും സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാം. അങ്ങനെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനെ പറ്റിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് പ്രൈവറ്റ് ആക്കിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഞാനത് ഇപ്പോൾ പബ്ലിക് ആക്കി വെച്ചേക്കാം. ഇനി ഒന്നാമത്തെ കാര്യം പറയുവാണെങ്കിൽ തുർക്കിയിലും സിറിയയിലും സംഭവിച്ച വലിയൊരു എർത്ത് ക്വേക്കാണ് അല്ലേ, ഭൂകമ്പമാണ്. അതിൻ്റെ അകത്ത് ഏകദേശം 19,000-ഓളം വരുന്ന ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ കഷ്ടമായിരുന്നു അവരുടെ അവസ്ഥ. അതിനെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദുരന്തങ്ങളും സംഭവിക്കാതിരിക്കട്ടെ. കാരണം വലിയൊരു ബുദ്ധിമുട്ടിലേക്കായിരിക്കും അത് കൊണ്ടുപോകുന്നത്. ജീവൻ നഷ്ടപ്പെടുക മാത്രമല്ല, ഒരു വലിയ പ്രദേശപ്പാട് ഇല്ലാണ്ടാക്കിയാണ്. ഇത്ര നാൾ കെട്ടിപ്പടുത്ത ഒന്നും തന്നെ ഇല്ലാതെ പോകുന്നൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഡിഫോമേഷൻ സംബന്ധിച്ചാണ്. അദ്ദേഹം ഈ ഒരു മോദി ഈ ഗ്രൂപ്പിനെ പറ്റി നടത്തിയിട്ടുള്ള ഡിഫോമേഷനിൽ സൂറത്ത് കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് തടവ് ശിക്ഷ വിധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് MP സ്ഥാനം ഡീക്വാളിഫൈ ചെയ്യുകയാണ്. പക്ഷേ പിന്നീട് അത് സുപ്രീം കോടതിയിൽ പോയപ്പോഴേക്കും ആ ഒരു വിധി റദ്ദാക്കിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് MP സ്ഥാനം തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്ത് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇത്രയും 15-16 കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് മിക്കതിലും നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ കൃത്യമായിട്ട് ഇതെല്ലാം അറിയാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ലോകത്ത് എവിടെ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചാലും നെക്സ്റ്റ് ഡേ നമ്മളുടെ ചാനലിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏതിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു ആശങ്കപ്പെട്ടിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? നമുക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും അടുത്ത വർഷം കാണാം അല്ലേ. അങ്ങനെയാണല്ലോ നമ്മളൊരു കോമഡി ആയിട്ട്, ഒരു ചളിയാണ് സത്യം പറഞ്ഞാൽ പറയുക, എപ്പോഴും ഉള്ളൊരു സംഭവമാണ്. ഇനി അടുത്ത വർഷം കാണാടാന്നല്ലേ. എന്തായാലും തീർച്ചയായിട്ടും ഇനി നമുക്ക് അടുത്ത വീഡിയോ 2024 മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എസ് മി അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ്. അടിച്ച് പൊളിക്ക്.